കൊല്ലം പുനലൂർ ഇടമണ്ണിൽ എയ്ഡ്സ് പരത്തണമെന്ന ഉദ്ദേശത്തോടെ 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് 3 ജീവപര്യന്തവും 25 വർഷം കഠിന തടവും. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2020 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പുനലൂർ ഇടമൺ സ്വദേശിയായ 41 വയസ്സുള്ള പ്രതി 2013 മുതൽ എയ്ഡ്സ് ബാധിതനാണ്. 5ാം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കളുമായുള്ള മുൻപരിചയം വെച്ചാണ് പ്രതി കൃത്യം നടത്തിയത്. മൊബൈലിൽ പ്രകൃതിവിരുദ്ധ ലൈംഗിക രംഗങ്ങൾ കുട്ടിയെ കാണിച്ചു. നിരവധി തവണ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി. തെന്മല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പുനലൂർ പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവും 1,05,000 രൂപ പിഴയും ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 9 മാസം അധിക തടവ് അനുഭവിക്കണം. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ വളരെ ശ്രദ്ധേയ വിധിയുണ്ടായി. അത് ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ ഒരു കേസാണിത്. 10 വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിഞ്ഞു വരുന്ന ഒരു ഇടമൺ സ്വദേശിയായ 49 വയസ്സുള്ള ഈ കേസിലെ പ്രതി ഒരു 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും മറ്റ് ലൈംഗിക വൈകൃതങ്ങൾക്കും വിധേയമാക്കിയ കേസിലാണ് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി ടി.ഡി. ബൈജു, ഡിസ്ട്രിക്ട് ജഡ്ജ് ടി.ഡി. ബൈജു 3 ജീവപര്യന്തവും കൂടാതെ 22 വർഷം കഠിന തടവും 1,05,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുട്ടിക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം.